ഹലോ, വെൽക്കം ബാക്ക് ടു അർഷു വ്ളോഗ്സ്. അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഒരു ഡെയിലി റൊട്ടീൻ. ഇച്ചിരി പുറത്തൊക്കെ പോകുന്നു, ഇന്നൊരു വീക്കെൻഡാണ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അച്ചൂട്ടനുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ, ഞാനും തിച്ചൂട്ടനും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താണെന്ന് വെച്ചൊക്കെ ചെയ്തോ. ഇത് ഞങ്ങളുടെ കുട്ടിപ്പാറോ പേര് പറഞ്ഞേ നാണം വന്ന് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണം. തണുപ്പ് കൊള്ളണം. കറണ്ട് ബില്ല് ഇങ്ങനെ വരും. കറണ്ട് ബില്ല് ഒരു ഹായ് പറഞ്ഞേ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ, പേര് സൂന എന്നാണ്. മോൾ രാവിലെ ഇങ്ങോട്ട് വന്നതാണ് കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇവർ എണീറ്റതേ ഉള്ളൂ. എണീറ്റ് നേരെ ടി വി ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ ഞായറാഴ്ചയുടെ ഒന്നും ബിസിയാണ്. രാവിലെ വെളുപ്പാങ്കാലമായപ്പോഴേ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബാഡ്മിൻ്റൺ ഉണ്ടായിരുന്നു, അത് കളിക്കാനായിട്ട് പോയേക്കാണ്. ഉച്ചയാകുമ്പോഴത്തേക്കാണ് ആൾ ഫ്രീ ആവുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് പഠിക്കുകയാണ്. സൂനക്കുട്ടി ഇരുന്ന് കളർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്, അച്ചിട്ട് ഇരുന്ന് പഠിക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ സന്ധ്യ ആകുമ്പോഴേ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി ഒരാൾ സൈക്കിൾ ഓട്ടം തുടങ്ങിയപ്പോഴത്തേക്ക് കൊച്ചാക്ക് അപ്പം സൈക്കിൾ ഓട്ടണം. അങ്ങനെ ഒരാൾ കയറിയിച്ചിപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ ആൾ ഉറക്കമായി. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ ആയി. ഇനി ഞങ്ങൾ നേരെ റോളയിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് നടന്നപ്പോഴത്തേക്ക് വിയർത്ത് കുളിച്ച് നല്ല ഓപ്പാടായിട്ടുണ്ട്, നല്ല ടയേർഡായി. അങ്ങനെ സന്ധ്യയായി തുടങ്ങി, വിയർത്ത് കുളിച്ചെന്നാണ് ഈ പറയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും സെയിം കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അതാണ് ഈ പറയുന്നത് കേട്ടോ. വോയിസ് ഇടാൻ പറ്റത്തില്ല, നല്ല എരപ്പും ബഹളവും ഒക്കെയാണ്. മതിൽക്കെട്ടിനുള്ളിൽ കാണുന്നതാണ് റോളോ പാർക്ക്. നമ്മൾ ഈ ചൂടായതുകൊണ്ട് ഇങ്ങോട്ട് പോകേ ഇല്ല. അല്ലാത്തപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരുമായിരുന്നു അവന്മാരെ കളിപ്പിക്കാനൊക്കെ ആയിട്ട്. ആക്ച്വലി ഈ ചൂടത്ത് വീട്ടിലിരിക്കുന്നത് എവിടെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ഷീറ്റ് വേണമായിരുന്നു. അപ്പം ഈ കാണുന്ന സ്ട്രീറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അൽഗുവേർ എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് റോൾ ചെയ്താണ് അവർ പല ഡിസൈനിലുള്ള ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഷീറ്റ്സ് ഉണ്ട്. അതും ഭയങ്കര റേറ്റൊന്നുമില്ല, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. അതിൻ്റെ ആ കാണുന്ന ഷോപ്പുകളിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലെയാണ് റോൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ അകത്തോട്ടും എല്ലാം ഷീറ്റുകളാണ് ഇരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ആ ഷോപ്പിലല്ല കയറിയത്, നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കുഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കണക്കൊരു ഷോപ്പുണ്ട്. അതിൻ്റെ അകം ഫുള്ള് ഇതാണ്. ചൂടത്ത് വെറുതെ വെളിയിൽ നിൽക്കേണ്ട, ഇതിൻ്റെ അകത്താകുമ്പോൾ നല്ല തണുപ്പുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഈ കാണുന്നതെല്ലാം ഷീറ്റുകൾ, അതേപോലെ ഇവിടെ കർട്ടൻ, നമുക്ക് കർട്ടനും വേണമായിരുന്നു. അങ്ങനെ ഈ കാണുന്ന ഒരുപാട് കർട്ടൻസ് ഉണ്ട്, ഷീറ്റുണ്ട്, പിന്നെ സാരി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സാരിയൊന്നും നമ്മളിവിടുന്ന് മേടിച്ചിട്ടില്ല, കർട്ടൻ നമ്മളിവിടുന്ന് തന്നെയാണ് മേടിച്ചത്. നല്ല ഇതൊക്കെയാണ് കർട്ടൻ്റെ സെഷൻ വരുന്നത്. ആക്ച്വലി ഈ ചൂടത്ത് നമ്മൾ ഇതേ കണക്കത്തെ കർട്ടൻ മേടിച്ച് റൂമിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും ചൂട് നമുക്ക് അടിക്കാതെ തണുപ്പ്, ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നത്. അത് വന്നാലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ 2 ഷീറ്റ് മേടിക്കാനായിരിക്കും വരുന്നത്. പക്ഷേ ഇത്രയും ഷീറ്റിൻ്റെ കളക്ഷൻ കാണുമ്പോൾ നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ മറ്റേത് നല്ലത്, അങ്ങനെ ഒരു ഫീല് വരും. അങ്ങനെ ഒരുപാട് സമയം കളയും. അവസാനം ഏതെങ്കിലും 2 എടുത്തുകൊണ്ട് പോവും. ഇവർ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് തരും. സ്റ്റിച്ച് ചെയ്യുന്നതിന് 5 റംസും കൂടെ ആഡ് ആവും എന്ന് തോന്നുന്നത്. സ്റ്റിച്ച് ചെയ്ത് അതേപോലെ പില്ലോ കവേഴ്സ് നമുക്ക് വേണമെങ്കിൽ അതും അവർ സ്റ്റിച്ച് ചെയ്ത് തരും. പിറ്റേന്നാവും സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക്. ഞാൻ ആ തക്കത്തിന് പോയി നിന്ന് നല്ല തണുത്ത കാറ്റുള്ളതാണ്. ചേട്ടനവിടെ ഷീറ്റ് വാങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാനും ചേട്ടനും കൂടെ മൊത്തത്തിൽ ഓരോ ഷീറ്റ് എടുത്ത് കൺഫ്യൂഷനാവും. പിന്നെ അവസാനം ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഇഷ്ടപ്പെട്ട 2 ഷീറ്റ് അങ്ങ് എടുത്തു. അച്ചൂടിന് ഷീറ്റ് വേണമായിരുന്നു, അത് വെളി സൈഡിലാണ് അച്ചൂടിൻ്റെയൊക്കെ ഷീറ്റ് ഇരിക്കുന്നത്. ഇതെല്ലാം വലിയവരുടെ ഷീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ ഈ കാണുന്ന ഒരു ഷീറ്റാണ് ഫസ്റ്റ് എടുത്തേക്കുന്നത്. പിന്നെ നല്ല ചേട്ടൻ കൈ വെച്ചേക്കുന്നില്ലേ, അതും നമുക്ക് വേണ്ടി മുറിച്ചെടുത്തേക്കുന്നതാണ്. ഇങ്ങനെ അച്ചൂടിൻ്റെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഇല്ലായിരുന്നു, എന്നാലും ഉള്ളതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ ഒരു മിക്കി മൗസിൻ്റെ ഷീറ്റ് എടുത്തു. പിന്നെ ഒരെണ്ണം ഇങ്ങനെ കൺഫ്യൂഷനിലിരുന്നിരുന്ന് എല്ലാ ലേഡീസിനല്ല ഗേൾസിന് വരുന്ന ടൈപ്പ് ഷീറ്റുകളായിരുന്നു കൂടുതൽ. അങ്ങനെ രണ്ടാമത് എടുത്തത് ഈ ബസ്സിൻ്റെ ഷീറ്റാണ്.
അങ്ങനെ അവൻ്റെ ഷീറ്റും നല്ല രസമുള്ള 2 ഷീറ്റുകളായിരുന്നു. അതിന് ഒരു പില്ലോ കവറും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷീറ്റ് പർച്ചേസിങ് കഴിഞ്ഞു. അവരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കാണ് അത് അതിൻ്റെ സൈഡൊക്കെ അടിക്കാനായിട്ടും പില്ലോ കവറിനും വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ ഒരു ഷോപ്പിൽ കയറിയതാണ്. ചക്കക്കുരു, പുളി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ കുറച്ച് നട്ട്സ് മേടിക്കാനായിട്ട് കയറിയതാണെങ്കിലും ഷോപ്പിലെ ആ സാധനങ്ങൾ ഫുള്ളിങ്ങനെ അവർ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് വാങ്ങിയില്ല, നേരെ ഇറങ്ങി. അപ്പോഴാണ് ഒരു മൈക്കൊക്കെ ഇരിക്കുന്നതാണ്. അതാണ്ട് ഈ കാണുന്നത് ബ്ലൂടൂത്താണ്. ഈ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഈ കാണുന്നത്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പം മോൻ്റെ കയ്യിലിരുന്നതും ഒരു മൈക്കാണെങ്കിലും അതും ഒരു ബ്ലൂടൂത്താണ്. അതിന് ഏകദേശം നല്ല സൗണ്ടുണ്ട്. കാറ് ഞങ്ങൾ എടുത്തില്ല, കാറ് ഇവന്മാർ തല്ലിപ്പൊളിക്കും. അതുകൊണ്ട് ഈ മൈക്കാണ് എടുത്തത്. ഇതല്ല ഇതിൻ്റെ ബ്ലാക്ക് കളർ. ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ തന്നെയുള്ള ഞങ്ങൾ സ്ഥിരം വാങ്ങാറുള്ള ആ ഷോപ്പിലേക്ക് വന്നു. ഇതൊരു മില്ലാണ്. അങ്ങനെ ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല സാധനങ്ങളും കിട്ടുന്ന ഒരു മില്ലാണ്. ഇവിടെ തന്നെ നമ്മുടെ ചക്കവരല്, അതേപോലെ ചിപ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറച്ച് നട്ട്സൊക്കെ മേടിക്കാൻ വന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു. സമയം ഏകദേശം എത്ര ആയെന്നറിയില്ല, എന്നാലും ഏകദേശം 9:30-10 മണിയായി കാണും. അങ്ങനെ ഞങ്ങൾ ഏകദേശം വീടെത്തി. അതിനകത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബോറൊന്നും അടിച്ചില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു ഷാർജയിൽ, റോളയിലൊക്കെ കഴിയുന്നവർക്ക് ഈ ഒരു സ്ഥലം അറിയത്തില്ലെങ്കിൽ വളരെ അഫോർഡബിളായിട്ട് നമുക്ക് ബെഡ്ഷീറ്റ്, അതേപോലെ കർട്ടനും കാര്യങ്ങളും എല്ലാം വാങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.